ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഡെയ്സി 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 ലലലലല. എവിടെ തിരിഞ്ഞാലും ഓർമ്മതൻ ഭിത്തിയിൽ ഒരു മുഖം മാത്രം, ഒരു ചിത്രം മാത്രം. ഡെയ്സി 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 ലലലലല. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. നിലവിലും ഉണർവിലും നിദ്രയിൽ പോലും ഒരു സ്വപ്നം മാത്രം, ഒരു ദുഃഖം മാത്രം. വ്യോമാന്തരത്തിലെ സാന്ധ്യ നക്ഷത്രങ്ങൾ, വ്യോമാന്തരത്തിലെ സാന്ധ്യ നക്ഷത്രങ്ങൾ, പ്രേമാദ്രയാം നിന്റെ നീലനേത്രങ്ങൾ. ഡെയ്സി 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 ലലലലല. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. കവിളത്തു കണ്ണുനീർ ചാലുമാനിയൻ സവിധം വെടിഞ്ഞു. പിന്നെ ഞാനെന്നും തലയിലൻ സ്വന്തം ശവമഞ്ചമേന്തി, തലയിലൻ സ്വന്തം ശവമഞ്ചമേന്തി നരജന്മ മരുഭൂവിൽ അലയുന്നു നീളെ. ഡെയ്സി 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 ലലലലല. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. അടിപൊളിയായിട്ട് പാടി കേട്ടോ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കേൾക്കുന്ന ഒരു പാടി. ഡെയ്സി എന്ന മൂവിയിലെ ശ്യാംസാറിന്റെ മ്യൂസിക്കിൽ പറഞ്ഞ ഒരു പാട്ടാണ്. സൂപ്പറായിട്ട് പാടി. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വ്യക്തിയെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് പോകാൻ നിർത്തിയതാണ്. നാട്ടിലെ വെക്കേഷനിലൊക്കെ ആയിരുന്നു അല്ലേ? നാട്ടിലെന്തുണ്ട് വിശേഷം? നാട്ടിലെ സുഖം, മഴ, എല്ലാവിടെയും മഴയാണ്. മൊത്തം ചൂട്, ഇവിടുത്തെ ചൂട് നോക്കുമ്പോൾ നല്ല സുഖമല്ലേ നാട്ടിൽ. അപ്പം എല്ലാവർക്കും അറിയാം ശശി മേനോൻ അല്ലേ? പാലക്കാടുകാരനാണ്. നെന്മാറ. ചുമ്മാ അല്ല, ഇന്ന് പ്രദീപേട്ടൻ നമ്മുടെ NTV മ്യൂസിഷ്യൻസ് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെ പിന്നെ പാലക്കാട് അല്ല, നിങ്ങളെ ഒരു നാട്ടുകാരാണ്. അതെ, പിന്നെ നമ്മളൊരു അസോസിയേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് എപ്പോഴും പ്രദീപ് ഉണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങള് മോളുടെ ഇതിലൊക്കെ ആയിട്ട്. നാട്ടില് എങ്ങനെയുണ്ട്? പോയിട്ട് ഒരു മാസം ഉണ്ടായിരുന്നു. നാട്ടിലൊരു മാസം ഉണ്ടായിരുന്നു. നാട്ടില് 2 ആഴ്ച നാട്ടിലും 2 ആഴ്ച പൂനെയിലായിരുന്നു. പൂനെയിലാണ് മോൻ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. 2 ആഴ്ച. പക്ഷെ 2 സ്ഥലത്തും നല്ല മഴയായിരുന്നു. അതായത് പാലക്കാടും നല്ല മഴ, പൂനെയിലും നല്ല മഴ. വൈഫ് വന്നില്ലേ ഇന്ന്? വൈഫ് ഇന്ന് വർക്കിംഗ് ആണ്, ലേറ്റ്. നന്നായിട്ട് പാടി ഡെയ്സി. ശശിയെ എപ്പോഴും, ശശിമേനോൻ എപ്പോഴും പാട്ടുകൾ കുറേ പാടുന്ന ആളാണ്. നല്ല വോയിസ് ആണ്.
അപ്പം താങ്ക് യു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. എന്തായാലും നമ്മുടെ ജാനകി അമ്മയൊക്കെ മരിച്ച് നമ്മളിങ്ങനെ 3-4 ദിവസമായിട്ട് ജാനകി അമ്മയുടെ ഒരു ട്രിബ്യൂട്ടായിട്ട് കുറച്ച് പ്രോഗ്രാംസ് നമ്മളിങ്ങനെ ചെയ്തു, പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇന്നലെ കംപ്ലീറ്റ്ലി ജാനകി അമ്മയുടെ സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു. തീർച്ചയായും ഇന്നലെയും മെനഞ്ഞാന്നും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ നമ്മൾ എത്ര ദിവസം പാടിയാലും എത്രത്തോളം പാട്ട് പാടി വെച്ചിട്ടുണ്ട്, അത് തീരൂല. എത്ര പാടിയാലും ഇനിയിപ്പം ഇന്നൊരു പാട്ട് പാടി നാളെ പാടിയാലും അതിനൊരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാവും അല്ലേ? അതേപോലെ പാട്ടുകൾ പാടി. അപ്പം അതൊരു തീരാ ദുഃഖമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നു അല്ലേ? എനിവേ എന്തായാലും നമുക്ക് അടുത്ത സോങ്ങിലേക്ക് പോവാം. ഏതാണ് അടുത്ത്? നമുക്ക് പഴയ ഒരു ഹിന്ദി സോങ് നോക്കാം. കിഷോർ കുമാറിൻ്റെ ഒരു ഓ ഹൻസിനി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പോൾ കുറേ പഴയാണ്, ഞാൻ പാടി നോക്കിയിട്ടില്ല, കുറേ നാളെ പാടിയിട്ട്. പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഭയങ്കര മെലഡി അത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ശശിമേന കൂടുതലും ഹിന്ദി സോങ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഹിന്ദി ഞാൻ പിന്നെ ജയേട്ടന്റെ പാട്ട്, ജയേട്ടൻ്റെ പാട്ട് ഞാൻ കുറേ ട്രൈ ചെയ്യാം. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജേട്ടന്റെ ഒരു കട്ടൊക്കെ ഇങ്ങനെ തോന്നുന്നു. ജേട്ടന്റെ ഫാമിലിയായിട്ട് വല്ല ഇതുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എൻ്റെ വൈഫിന്റെ നാട്ടുകാരാണ്, അവരുടെ തറവാടും കാര്യങ്ങളൊക്കെ. ഒരു ഡിസ്റ്റന്റ് റിലേഷൻ അങ്ങനെ ഉണ്ടോ? ഇല്ല. हंसनी मेरी हंसनी कहाँ उड़ चली, मेरे अरमानों के पंख लगा के कहाँ उड़ चली। ओ हंसनी मेरी हंसनी कहाँ उड़ चली, मेरे अरमानों के पंख लगा के कहाँ उड़ चली। आजा मेरी सांसों में महक रहा रे तेरा कजरा, आजा मेरी रातों में लहक रहा रे तेरा कजरा। हो आजा मेरे रातों में लहक रहा रे तेरा कजरा, हो आजा मेरी रातों में लहक रहा रे तेरा कजरा। ओ हंसनी मेरी हंसनी कहाँ उड़ चली, मेरे अरमानों के पंख लगा के कहाँ उड़ चली। देर से लहरों में कमल संभाले हुए मन का, जीवन ताल में भटक रहा रे तेरा हंसा। हो देर से लहरों में कमल के संभाले हुए गम का, हो जीवन ताल में भटक रहा रे तेरा हंसा। हंसनी मेरी हंसनी कहाँ उड़ चली, मेरे अरमानों के पंख लगा के कहाँ उड़ चली।
छोड़ चली। ഈ പാട്ട് നല്ല രസമുള്ള ഒരു പാട്ട് അല്ലേ? ഭയങ്കര ഫീലുള്ള ഒരു പാട്ട്. മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ല. ഇങ്ങനെ മറ്റേ സാക്സോണ് തോന്നുന്നു വരണത്. അത് വരുമ്പോൾ അടിപൊളി. നല്ല ആ ഫസ്റ്റ് ലൈൻ തന്നെ ഭയങ്കര രസമാണ്. ഇത് ആരോ ഇവിടെ വന്നൊരു പാടിയായിരുന്നു ഈ പാട്ട് കേട്ടോ. അന്ന് ഫസ്റ്റ് ടൈം ആ പാട്ടൊക്കെ കേൾക്കണ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. സൂപ്പർ സോങ്, സൂപ്പർ സോങ്. അതിന് ആ പുള്ളി പറയുകയും ചെയ്തു, എൻ്റെ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ പറയുകയും ചെയ്ത്. പ്രണയിക്കുന്നവർക്കൊക്കെ പാടി കൊടുക്കാൻ പറ്റിയൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഓർമ്മയിൽ എപ്പോഴും എനിക്കൊരു വീഡിയോ അയച്ചായിരുന്നു വീടിൻ്റെ, ഏതൊരു കുടുംബ വീടിന്റെ ആണ് പഴയ. അതെ അതെ കറക്റ്റ്. അവിടെ ഏതോ ഒരു ഷൂട്ട് നടന്നു എന്നൊക്കെ അതെ, അത് കളിയാട്ടം ഷൂട്ട് നടന്ന അവിടെയായിരുന്നു. കുടുംബ വീടാണോ? അതെ അതെ. അതായത് പിന്നെ ശശി മേനൻ എന്റെ മുത്തശ്ശന്റെ വീട്, അതായത് എന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. ഞങ്ങളുടെ തറവാട്ട് മുത്തശ്ശന്റെ വീടാണ്, അത് അച്ഛന്റെ അച്ഛൻ വീട്. കളിയാട്ടം മൂവി കുറെ പാർട്സ് എടുത്തു. പിന്നെ ഓപ്പോസിറ്റ് വേറൊരു വീട്ടില് കുറച്ചുകൂടെ പാർട്സ് എടുത്തു. പിന്നെ അവിടെ ഒരു മലയുണ്ട് അതിനടുത്തായിട്ട്. നമ്മളൊക്കെ ഒളിച്ചു കളിക്കുന്ന പണ്ട് പോയിട്ടുള്ള സ്ഥലങ്ങൾ. അവിടെയൊക്കെ കുറെ കളിയാട്ടത്തിൽ ഷൂട്ട് നടന്നുണ്ട്. വേറെ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ട് നടന്നിട്ടുണ്ടോ അവിടെ? പിന്നെ ഇല്ല, ആ വീട്ടിൽ അങ്ങനെ 1-2 പേര് ചോദിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് റെനോവേഷനൊക്കെ ആയിട്ട് നടക്കണം. അങ്ങനെ മുഴുവനായിട്ടില്ല. അത് ഒരുപാട് കുറെ വീണ് പോയി, ആരും താമസിക്കുന്നില്ല. കണ്ടിന്യൂ ചെയ്യാൻ കോളേജ്. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മനോജ്. മനോജ് ശങ്കർ, അബുദാബി. അബുദാബി. യെസ്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓഫീസിലാണ്, ഓഫീസിൽ ഇറങ്ങാതിരിക്കുകയായിരുന്നു. സൗണ്ട് കേട്ടതിനെ മനസ്സിലായല്ലോ. അല്ല, ഞാൻ ഓഫീസിൽ ഇറങ്ങാതിരിക്കുകയാണ്. അപ്പൊ ശശിയുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ട് എനിക്ക് ഇതിൽ പോകുന്നു പറഞ്ഞേ. അപ്പൊ വിളിച്ചിട്ട് അങ്ങ് ഇറങ്ങാന്ന് വെച്ചു. സംസാരിച്ചോളൂ. സുഖായിരിക്കുന്നോ? സുഖം, പരമസുഖം. നല്ല ചൂടാണ്. മനോജൻ എന്താ എല്ലാം ഭയങ്കര. വീട്ടിന്റെ അടുത്ത് തന്നെ ഓഫീസ്, പോണ തന്നെ കുറവ്. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യും അല്ലേ മനോജ്? ഉച്ചവരെ വീട്, ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ വരും. ഓഫീസും നാലാമത്തെ ബിൽഡിംഗ് ആണ് വീട്. സ്വന്തമായിട്ടാണോ, ബിസിനസ് ആണോ? അല്ല, ഞാൻ ഇൻഷുറൻസ് കമ്പനിയുടെ സീനിയർ മാനേജറാണ്. പിന്നെ 7 മണിക്ക് ഞങ്ങൾ ജോഗിങ്ങിനും, ഞാനും വൈഫും കൂടെ ജോഗിങ്ങിന് ഇറങ്ങിയ പിന്നെ 2.5 മണിക്കൂർ കുത്തി മറിച്ചിട്ടേ വീട്ടിലോ. ജോഗിങ്ങിലും പാട്ടുണ്ടല്ലോ അല്ലേ മനോജ്? ജോഗിങ്ങിന് ഇന്നലെ ഞാൻ അവന്റെ ബർത്ത്ഡേക്ക് മോൾക്ക് ത്രൂ ഔട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാടത്തരാൻ പറ്റുമോ? പാടുന്നതിന് എന്താ ബുദ്ധിമുട്ട്? പാടിക്കോ, ധൈര്യമായിട്ട് പാട്. നമുക്ക് ധൈര്യത്തിന് ഒരു കുറവില്ല. ഞങ്ങളൊരു പാലക്കാട്ടുകാരന്റെ ഗുണമാണ് അനുഭവിച്ചത്. അപ്പൊ നമ്മുടെ ജാനകി അമ്മ പോയിട്ട് ഒരാഴ്ച ആവുന്നല്ലേ ഉള്ളൂ. അതെ. അപ്പൊ ജാനകി അമ്മയ്ക്ക് ഒരു കണ്ണീർ പ്രണാമം. അപ്പൊ ജാനകി അമ്മയുടെ ഒരു ഇഷ്ടഗാനം സലിൽ സാദിന്റെ, അത് 2 വരി പാടാം. തീർച്ചയായിട്ടും. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും, വീണ്ടും കാലമേറ്റു പാടും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, സ്നേഹമയീ കേഴുകയാണോ നീയും. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. ജാനകി അമ്മയ്ക്ക് പ്രണാമം. പോരെ? ഓഫീസിലാണ്. എന്തോ ഓഫീസിനാ പാടിയത് പറയും. അവരെല്ലാരും വന്നിട്ടുണ്ടോ? അടുത്തോട്ട് വന്നിട്ടുണ്ടോ? അല്ല, ഇവിടെ പിന്നെ ഞാൻ അങ്ങനെ വിട്ടിരിക്കും. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷിച്ച് പാട്ടൊക്കെ പാടി കളിച്ച് ചിരിച്ച്. ഞാനെങ്ങനെയാ
അപ്പൊ പിന്നെ മറ്റുള്ളവരൊക്കെ ഇരുന്നു. Anyway, ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചത്. ഓക്കെ. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ കൂട്ടുകാരനോട്? അഡ്വൈസ് വല്ലതും ഉണ്ടോ? ഇല്ല, അത് പിന്നെ നമ്മുടെ ആസ്ഥാന ഗായകനാണല്ലോ. ഞാൻ പിന്നെ പാട്ട് പഠിക്കാത്ത പാട്ടുകാരനാണ്. അല്ല പുള്ളി അല്ല മനോജ് സാറ് പറയുന്നുണ്ടാവും ഇതിനെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളൊക്കെ ഒരേ ഇതിൽ പോണ ആളല്ലേ മനോജ്, നമ്മളവിടെ പാട്ട് പഠിച്ചിട്ട് ഒരേ തോണിക്കാരാണ്. അതെ, തോന്നിക്കാരാണ്. പിന്നെ വേറൊരാണ്ട് സത്യം ചിലമ്പത്ത് ശശി കൊണ്ടുവന്നാണ് നമ്മുടെ ഗ്രൂപ്പില്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയെന്ന് എടുത്തിട്ടാ പാട് ആലോചിച്ച. ഞങ്ങള് പാട്ട് പെട്ടെന്ന് പാടും. ഇപ്പൊ പാടാൻ പറ്റുന്ന അപ്പൊ പാടുകയാണ്. അപ്പൊ നോക്കുമ്പോ പഴയ പാട്ടുകളാണല്ലോ അതൊക്കെ. ഇപ്പൊ എത്ര വർഷമായി, 30 years 40 years. ആ ഓർമ്മയെന്ന് എടുത്താൽ പാടും. പാട്ട് പാടുന്നതിന് മുമ്പ് 2 പ്രാവശ്യം കേൾക്കണം, 2 പ്രാവശ്യം പാടണം, എന്നിട്ട് വേണം. അതൊന്നും നമുക്ക് ഇല്ല. നമ്മള് പാടാൻ പറഞ്ഞ അപ്പൊ പാടും. നിമിഷ കവി. എന്തായാലും ഇതേ ഒരു ഫ്രണ്ട്ഷിപ്പ് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോട്ടെ, നന്നായിട്ട് പോട്ടെ. തീർച്ചയായിട്ടും അതിനുവേണ്ടിയല്ലേ പാലക്കാട് പ്രവാസി മ്യൂസിക്കൽ ഗ്രൂപ്പ് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചത്. താങ്ക് യു അനുജ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മനോജ്. ഓൾ ദി ബെസ്റ്റ് ശശി. ഓക്കെ, അടുത്ത പാട്ടിലേക്ക്. അപ്പൊ ഞാൻ ചോദിച്ചത് ഷൂട്ടിങ്ങിന്റെ കാര്യമാണ് ചോദിച്ചത്. വേറെ ഏതെങ്കിലും സിനിമ പിന്നെ ഇല്ല, വേറെ കുട്ടിക്കാലത്തായിരുന്നോ അത്? അങ്ങനെയായിരുന്നു? അല്ല, ഞാനില്ല ആ സമയത്ത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് അത് നടന്നത്. ഞാനുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാനൊന്ന് ചെറുപ്പക്കാരനാകാൻ നോക്കിയതാ, പക്ഷെ പറ്റിയില്ല. അങ്ങനെയെങ്കിലും കുറച്ചൊരു കോംപ്ലിമെന്റ് കൊടുക്കാൻ. എനിക്കതൊന്നും വേണ്ട, ഞാൻ കുറച്ചുകൂടെ മുതിർന്നപ്പോഴാണ് അടുത്ത പാട്ടിലേക്ക് പോയതാണ്. അടുത്ത നമുക്ക് പഴയ ഒരു റൊമാൻറ്റിക്, ഒരു സിന്ദൂര തിലകവുമായി ഉള്ള പഴയ സിന്ദൂര തിലകവുമായി. സൂപ്പർ പാട്ടാ. കുറെ നാളെ ഇതൊക്കെ കേട്ടിട്ടും പാടിയിട്ടൊക്കെ ഒത്തിരി കേട്ടിട്ട് ഒരുപാട് കാലം. അതെ, പാടി നോക്കാം. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നുപോ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നുപോ, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും. പദപ പദപ പദ പദ സരി സദപ, പദപ പദപ പദ പദ സരി സദപ, പദ സദ സരി സരി മരി മരി സദപ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. കരളുമായി മനസ്സുമായി ആടിപ്പാടി ചേർന്നല്ലോ, കരളുമായി മനസ്സുമായി ആടിപ്പാടി ചേർന്നല്ലോ, ഇളം കിളി ഇണക്കിളി ഇനിയും നീ വരുകില്ലേ, മധുരമായി നീ മൃദുല ഭാഷിണി പറന്നു വാ, പദപ പദപ പദ പദ സരി സദപ, പദ സദ സരി സരി മരി മരി സദപ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ.
കൊതിച്ചു കൊതിച്ചു ഞാൻ ചിരിച്ചു ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ. കൊതിച്ചു കൊതിച്ചു ഞാൻ ചിരിച്ചു ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ. മരാളികേ മനോഹരി ഇനിയും നീ വരുകില്ലേ. വിഴിയിലായിരം കഥയുമായി നീ ഹൃദയമോഹിനി പറന്നു പറന്നുവാ. പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ. സിന്ദൂര തിലകവുമായി തുള്ളിക്കുയിലെ പോരു നീ. രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നുപോ. രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നുപോ. പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും. പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ. റീമിക്സ് വേർഷൻ അല്ലേ? ഞാൻ പെട്ടെന്ന് strike ചെയ്തു. ഇടയ്ക്ക് എവിടെയൊക്കെയാണ് മാറുന്നത് അറിയാൻ പറ്റില്ല. അല്ല, ഞാനിത് ശ്യാം സാറിനെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണല്ലോ. ശ്യാം സാറിന്റെ മ്യൂസിക് ആണ്. ശ്യാം സാറിന്റെ എത്ര നല്ല ഈ പാട്ടുകളല്ലേ. പാട്ട് പാടുമ്പോൾ പ്രശ്നം പറഞ്ഞ് നമ്മളിങ്ങനെ ക്യാരിയുടെ വേ ആയി പോകും. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അതിനകത്തേക്ക് പോകും. നമ്മള് അതാണ് പഴയ അന്ന് ആ സിനിമയിലെ കുയിലിനെ തേടി മൂവിയിലെ സിനിമയാണ് പാട്ടാണിത്. അപ്പൊ അന്ന് നമ്മൾ കേട്ട അതങ്ങനെ രജിസ്റ്റർ ആയി കിടക്കാണ്. അതുകൊണ്ട് നമ്മൾ അറിയാണ്ട് ആ ഒരു ഇതിന്റെ കൂടെ മ്യൂസിക്കിനോടൊപ്പം പാടി പോകും. അതാണ് ഈ റീമിക്സിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലേ. നന്നായിട്ട് പാടി. നല്ല രസമുള്ള ഒരു പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലൊക്കെ ഇങ്ങനെ പാടി തകർക്കാൻ പറ്റും അല്ലേ? ടക്ക് 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 ഇങ്ങോട്ട് കിട്ടും. നല്ല രസമുള്ള പാട്ടാണ്. ഋതമുള്ള നല്ല പാട്ട്. അടുത്ത പാട്ടിലേക്ക് പോവാം. ഏതാ അടുത്തത്? ഞാൻ ഒരു തമിഴ് നോക്കാം വിചാരിക്കുന്നു. എന്ന സത്തം ഇന്ത നേരം പുന്നകൈ മന്നൻ. കേട്ടിട്ടുണ്ട്. ഇന്നസെന്റ് ആയിട്ട് പറയത്തില്ലേ? കേട്ടിട്ടുണ്ടെന്ന് പറയുന്നൊക്കെ. என்ன சத்தம் இந்த நேரம் உயிரின் ஒலியா. என்ன சத்தம் இந்த நேரம் நதியின் ஒலியா. கிளிகள் முத்தம் தருதா அதனால் சத்தம் வருதா. அடடா என்ன சத்தம் இந்த நேரம் உயிரின் ஒலியா. என்ன சத்தம் இந்த நேரம் நதியின் ஒலியா. கண்ணத்தின் முத்தத்தின் ஈரம் அது காயவில்லையே. கண்களில் ஏனந்த கண்ணீர் அது யாராலே. கன்னியின் கழுத்தை பார்த்தாய் மனமாகவில்லையே. காதலன் மடியில் பூத்தால் ஒரு பூ போலே. மன்னவனே உன் விழியால் பெண் விழியை மூடு. அதரவாய் சாய்ந்து விட்டால் ஆரிரரோ பாடு. ஆரிரரோ இவர் யார் எவரோ பதில் சொல்வார் யாரோ. என்ன சத்தம் இந்த நேரம் உயிரின் ஒலியா. என்ன சத்தம் இந்த நேரம் நதியின் ஒலியா. கிளிகள் முத்தம் தருதா அதனால் சத்தம் வருதா. அடடா என்ன சத்தம் இந்த நேரம் உயிரின் ஒலியா. என்ன சத்தம் இந்த நேரம் நதியின் ஒலியா.
நுழைந்த கைகள் ஒரு கோலம் போடுதோ, தன்னிலை மறந்த பெண்மை அதை தாங்காதோ, உதட்டில் துடிக்கும் வார்த்தை அது உலர்ந்து போனதோ, உள்ளங்கள் துடிக்கும் ஓசை இது ஆகாதோ, மங்கை இவள் வாய் திறந்தால் மல்லிகை பூவாசம், ஓடையெல்லாம் பெண் பெயரை உச்சரித்த தேர் பேசும், யார் இவர்கள் இரு பூங்குயில்கள் இளம் காதல் மான்கள், என்ன சத்தம் இந்த நேரம் உயிரின் ஒலியா, என்ன சத்தம் இந்த நேரம் நதியின் ஒலியா, கிளிகள் மொத்தம் தருதா அதனால் சத்தம் வருதா, அடடா என்ன சத்தம் இந்த நேரம் உயிரின் ஒலியா, என்ன சத்தம் இந்த நேரம் நதியின் ஒலியா. നല്ല കൺട്രോൾഡ് ഉണ്ട് കേട്ടോ പാടുന്നതിന്. ഭയങ്കര രസമുണ്ട്. കയ്യിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ആണോ? മുകളിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ട്. നല്ലൊരു കോംപ്ലിമെന്റ് പറഞ്ഞപ്പോ. അതെ. അല്ലല്ല, എനിക്ക് പ്രശ്നങ്ങളുണ്ട്. അതൊരു കലാകാരന്റെ എളിമയാണ്. എന്നാലും നല്ലൊരു കൺട്രോൾഡ് ചെയ്ത പാടുന്നത് അതുകൊണ്ടാണ്. ഇഷ്ടം കൊണ്ട് ഉള്ള പാട്ടുകളായതുകൊണ്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. സെലക്ഷൻ, നല്ല സെലക്ഷൻ കേട്ടോ, സോങ്ങിന്റെ നല്ല സെലക്ഷൻ. ഇനി എന്തായാലും നമ്മുടെ മനോജ് സാറ് ഒരു സലിതയുടെ പാട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ജാനകിയമ്മ പാടിയ പാട്ട് മദനോത്സവം എന്ന സിനിമയിലെ പാട്ട് പാടുന്നത്. കോയിൻസിഡൻസ്ലി ഞാൻ ആ പാട്ട് ഇന്ന് പാടാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഇത് മനോജ് സാറിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു പാട്ട്. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയമേതോ പ്രണയശോഭ
നൊമ്പരം പോൽ നിൽക്കൂ രജനിഗന്ധി സന്ധി കണ്ണീരിരന്തേ സന്ധി. സൂപ്പർ അടിപൊളി. താങ്ക് യു. അതിൻ്റെ ടോണാണ് വരേണ്ടത് ശരിക്കും, ആ ഒരു ആർദ്രഭാവം എന്നൊക്കെ പറയണത്. അതെ അതെ. അയ്യോ ജാനകിയമ്മ രക്ഷയില്ലാതെ പഠിച്ച അതായത് സിനിമ അല്ലേ, മദനോത്സവം ഒരു ഭയങ്കര ട്രാജഡിയിലാണ് കൊണ്ടു നിർത്തുന്നത്. പക്ഷെ അതിൽ എത്ര പാട്ടുണ്ടെന്നറിയോ, ഏകദേശം ഒരുപാട് പാട്ട്. എനിക്ക് തോന്നുന്നു ഏഴ് പാട്ടങ്ങാണ്ടുണ്ട് മൊത്തം. ഞാൻ ഈ പാട്ട് ഞാൻ വിസിലടിച്ച് പാടും. ഞാൻ റെക്കോർഡർ ഞാൻ അയച്ചുതരാം. ഒന്ന് പാടിയേ. അതൊക്കെ ഈ ടോണിലൊക്കെ ലൈവില് പണി വാങ്ങിക്കുന്ന ഒരാളാണ് ഇത് കേട്ടോ. ടോണിലൊക്കെ പാടണ. അല്ല ഒന്ന് ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ. ഹലോ ഹലോ മയക്ക തരാം. ഹലോ. ഇടയ്ക്ക് ആ കാറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ഫിൽറ്റർ ചെയ്താണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഫുള്ള് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ ശരി. എനിക്ക് ഭയങ്കര വിസിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. പാടും അതിന്റെ കൂടെ. പണ്ട് വിസിലടിച്ചിട്ടുണ്ടോ? ഈ വിസിൽ കുഴപ്പമില്ല, പാട്ടിന്റെ വിസിലായിട്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? അടുത്തത് ഞാൻ യേശുദാസിന്റെ ഒന്ന് ട്രൈ ചെയ്യാം. മധുബൻ ഖുഷ്ബു. സൂപ്പർ പാട്ടാണ്. ട്രൈ ചെയ്യണമെങ്കിൽ അറിയില്ല, കുറെ നാളായി പാടിയിട്ട് നോക്കാം. मधुबन खुशबू देता है, सागर सावन देता है, जीना उसका जीना है, जोरों को जीवन देता है, मधुबन खुशबू देता है. सूरज ना बन पाए तो बन के दीपक जलता चल, सूरज ना बन पाए तो बन के दीपक जलता चल, फूल मिले या सच की राहों पे चलता चल, सच की राहों पे चलता चल, प्यार दिलों को देता है, अश्कों को दामन देता है, जीना उसका जीना है, जोरों को जीवन देता है, मधुबन खुशबू देता है, देता है.
चलती है लहरा के पवन के साथ सभी की चलती रहे, चलती है लहरा के पवन के साथ सभी की चलती रहे। लोगों ने त्याग दिए जीवन के प्रीत दिलों में पलती रहे, कि प्रीत दिलों में पलती रहे। दिल वो दिल है जो औरों को अपनी धड़कन देता है, जीना उसका जीना है, जो औरों को जीवन देता है, मधुबन खुशबू देता है, सागर सावन देता है, खुशबू देता है। നന്നായിട്ട് പാടി കേട്ടോ. സൂപ്പർ സോങ്, സൂപ്പർ സോങ് അല്ലേ? സൂപ്പർ സോങ്, നന്നായിട്ട് പാടി. ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി ശുദ്ധമായിട്ടാണ് പാടുന്നത്. നിങ്ങൾ ശ്രുതി എങ്ങും പോകണില്ല. പ്രാക്ടീസിന്റെ ആണത്. നിരന്തരം പാട്ട് പാടാറുണ്ട്, പാട്ട് പാടി എനിക്ക് അയച്ചു തരാറുമുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം മേ ബി. ഓക്കെ, എനിവേ അടുത്ത സോങ്ങിലേക്ക് പോയി. ഇനി 2 പാട്ടുണ്ടോ? 2 പാട്ട് സമയമുണ്ടെങ്കിൽ പാടാം. പഠിക്കും. അടുത്ത് നമുക്ക് പൊയ്കയിൽ രാജേഷ് ശില്പി, റൈറ്റ്? രാജേഷ് ശില്പി, ലാലേട്ടന്റെ സിനിമ. അതെ. ഭാനുപ്രിയ. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡാൻസറാണ്. സൂപ്പർ ഡാൻസിങ് അല്ലേ അവരുടെ, ഒരു രക്ഷയില്ലാത്ത. ഭയങ്കര ഭംഗിയാണ് കാണാൻ അവർ. നല്ലോണം നല്ല എൻജോയ് ചെയ്ത് ഡാൻസും ചെയ്യുമല്ലോ, അറിയാം, പഠിച്ചതുകൊണ്ട്. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം, കാറ്റിൽ തൈലഗന്ധം, നീറ്റിൽ പൊന്നു ചന്തം. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം. പൂന്തിരകൾ പൂശി നിന്നെ പുഷ്പധൂളി സൗരഭം, പാൽത്തിരകൾ ചാർത്തി നിന്നെ മുത്തുകോർത്ത സൗരഭം, വെണ്ണൂരമയിൽ ചന്ദന ചാർത്താൻ നീ ദേവ
ദേവനന്ദിനി തീരഭൂമിയിൽ തേരേറി വന്നുവോ തേടുന്നതാരനി പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം കേളി ലോലയായി നീ താണുയർന്നു നീന്തവേ കാതരേ നിൻ മാറുലഞ്ഞു താമരപ്പൂ മുട്ടുപോ കൽപ്പടവേറി നിൽപ്പതെന്തേ നീ ഏതു ശില്പിയെ തേടുന്ന ചാരുത നീ ഏത് ലൗകിക സൗന്ദര്യ ദേവത പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം കാറ്റിൽ തൈലഗന്ധം നീറ്റിൽ പൊന്നു ചന്തം പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം. രവീന്ദ്ര മാഷിന്റെ സംഗീതം നല്ലൊരു പാട്ട്. സെലക്ഷൻ, ഇന്നത്തെ സോങ് സെലക്ഷൻ കേട്ടോ, ഓ സൂപ്പർ, അടിപൊളിയാണ്. ഈ പാട്ടൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ കേട്ടിട്ടില്ല. ഈ 5 വർഷത്തിനിടയ്ക്ക് ഞാൻ കേട്ടിട്ടില്ല. അതെ അതെ. ഏതായാലും ഒരു പാട്ടോടെ നമുക്ക് പോകും. അപ്പം താങ്ക് യു സോ മച്ച് ശശിമേനോൻ. നല്ല കുറേ പാട്ടുകൾ കേട്ടു കേട്ടോ ഇന്ന്, സത്യസന്ധമായിട്ട് പറയാണ്. സിന്ദൂര തിലകവുമായി പൊയ്കയില്, പിന്നെ ആദ്യം പാടിയ ഓർമ്മ വസന്ത, പിന്നെ ഏതായിരുന്നു ഹിന്ദി പാടിയ ഹൻസിനി. ഈ പാട്ട് സൂപ്പർ, കുറേ നല്ല പാട്ടുകൾ കേട്ടു. നല്ലൊരു എപ്പിസോഡായിരുന്നു കേട്ടോ, അടിപൊളി എപ്പിസോഡായിരുന്നു, നന്നായിട്ട് പാടി. അപ്പം നമുക്ക് ഫൈനൽ സോങ്ങിലേക്ക് പോകാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നാളെ കാണാം വീണ്ടും 6-7 മച്ച് അതിഥിയുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം. ലാസ്റ്റ് സോങ് മധുരക്കിനാവിൽ ലഹരിയിൽ അടിപൊളി പാട്ട്, ഒരു പെപ്പി. അതെ, വൈഫിനോട് അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ. I wanna live my life for you, baby. Come on. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ ഉടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ ഉടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ.
ആദരമൃത ജലശേഖരം നയനം മദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചൊരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്നു പുൽകാൻ ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ കളവ നദികളൊഴുകുന്നതോ മദനമിഴികളുതിരുന്നതോ പനിമഴയോ പുലരൊളിയോ കാലഭേദമെഴുതിയൊരു കാവ്യസംഗീതം കന്നിത്താരുണ്യം സ്വർണ്ണത്തേൻ കിണ്ണം അതിൽ വീഴും തേൻവണ്ടു ഞാൻ നനയും തേൻവണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും